അതൊക്കെ തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവളുടെ ഭർത്താവിന് മുന്നിലായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഓരോ ദിവസം ഞാൻ അവിടെ കരയുമായിരുന്നു. അത് എന്ത് ചെയ്യണം? 10-23 ആൾക്കാർ വരെ അവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ. അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഞാനവിടെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എടുത്തിട്ടുണ്ട്. 23 കസ്റ്റമർ വരെ വന്നിട്ടുണ്ട്. ഒരു ദാക്ഷിണ്യമില്ല. ഇതിപ്പോൾ ഞാൻ പുറത്ത് പറയും, പല ആൾക്കാരും പല രീതി കമന്റ് ഇടും. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമാണ്. സത്യം എന്താണ്, ഞാൻ എന്താണ് അനുഭവിച്ചാൽ എനിക്ക് ബോധമുള്ള കാര്യം മറ്റുള്ളവർ പറയുന്ന ഒരു വാക്കുകളും എന്നെ എൻ്റെ കുടുംബത്തെ കേൾക്കത്തില്ല. ഇപ്പം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. എനിക്ക് അതിന് ഒരുപാട് പങ്കുണ്ട്. ഈ പറഞ്ഞ താരെന്ന് പറഞ്ഞാൽ ആ കുട്ടിയും ചേട്ടാ അവരൊന്നും മനഃപൂർവ്വം പെട്ടേയില്ല. കുടുംബത്തിൻ്റെ പശ്ചാത്തലം കൊണ്ട് മാത്രം ആ കുട്ടിയും പോകുന്നതാണ്. അവരുടെ കുടുംബ സാഹചര്യം, അവൾക്കൊരു കുട്ടിയുണ്ട്, അതൊക്കെ ആലോചിച്ചാണ് അവളും പോയേക്കുന്നത്. പക്ഷേ അത് അവൾക്ക് അവിടുന്ന് മാറണമെന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അവിടെ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവളെ ഇത് പറഞ്ഞെല്ലാം പേടിപ്പിച്ച് നിർത്തിയേക്കുന്നതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നടുപോലും താരയുടെ പേര് പോലുള്ള ഒരു കേസ് പോലും കൊടുക്കാൻ. കാര്യം അവളെന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. കുറച്ച് നാൾ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം നാട്ടിലെ സമയത്താണെങ്കിലും അവളെ എനിക്ക് അറിയാം. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അവളുടെ എതിരെ പോയി യാതൊരു കേസ് കൊടുക്കാനും. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥ, നിസ്സഹാവസ്ഥയാണ്. നമുക്കൊക്കെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇവരിപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചാൽ ഇവര് ആലപ്പുഴക്കാരി ഒരു സ്ത്രീയാണ്. അവർക്ക് ഇവിടെ നാട്ടിൽ പ്രൈവറ്റ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അനുജത്തിയുടെ കല്യാണം, മക്കളുടെ പഠിത്തവും, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുണ്ട്, എല്ലാം കൂടെ കൂടി ദുബായി പോയി എന്തെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കുക. അങ്ങനെയാണല്ലോ മലയാളികൾ ചെയ്യുന്നത്. ദുബായി പോയി എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക എന്ന് തോന്നി. അപ്പോൾ അവരുടെ സുഹൃത്തായ താരയോട് പറയുന്നു. താര അവരെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി എത്തിക്കുന്നത് സെക്സ് വർക്കിനാണ് കൊണ്ടുപോയിടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏതോ ഒരാൾക്കാർ, മലയാളിയാണോ ഓണർ എന്ന് പറഞ്ഞില്ല, അവര് ഈ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഫ്ളാറ്റിൽ ഇവരിതുപോലെ തന്നെയൊക്കെ ഒരു ഫ്ളാറ്റ് എടുക്കുന്നു. ആ ഫ്ളാറ്റിൽ സ്പായോ അല്ല മസാജിങ് സെന്ററോ നടത്തുന്നു. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഈ സെക്സ് വർക്കറാണ്. കൃത്യമായിട്ട് പുതിയ പെൺകുട്ടികൾ വരുമ്പോഴത്തേനും ന്യൂ മല്ലു കമ്മിങ് എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഫോട്ടോയൊക്കെ ഇട്ട് ആൾക്കാരെ അറിയിക്കും. അപ്പോൾ അവിടെയുള്ള കൂടുതലും മലയാളികളായിട്ടുള്ള പുരുഷന്മാർ ചെല്ലും. അത് ടോട്ടലി പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അയലോക്കത്തു എന്നുള്ളവർ വരെ ചെന്നു എല്ലാവരോടും കരഞ്ഞ് കാല് പിടിച്ച് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒറ്റ അവന്മാർ രക്ഷിച്ചില്ല. അവസാനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം കൊണ്ടിരുന്ന ചേച്ചി ഓർഡർ ചെയ്യുമ്പോൾ സാധനം കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അയാൾ മാസ്ക് വെച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അയാളെ മനസ്സിലായില്ല. മാസ്ക് ഊരിയിട്ട് അവിടെ ചെന്നപ്പോൾ അയാളെ മനസ്സിലായില്ല. അപ്പൊ അയാൾക്ക് ഇവരെ സിനിമ കാണുന്നതല്ല, അയാൾക്ക് ഇവരെ മനസ്സിലായി. ഇന്നയാളുടെ അനുജത്തി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളാണ് അവസാനം രക്ഷിച്ച് നാട്ടിലെത്തിച്ച്. ഇതാണ് കഥ. ഈ പകൽമാന്യന്മാരായിട്ട് പോകുന്ന മലയാളികളൊന്നും ആരും രക്ഷിച്ചില്ല, അയൽക്കത്തുള്ളവർ പോലും രക്ഷിച്ചില്ല. അപ്പൊ ഈ പെൺകുട്ടി മുഖം മറയ്ക്കാതെയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ആദരവർഹിക്കുന്ന വ്യക്തിയാണ് ഈ സ്ത്രീ. കാരണം അവര് ഈ മുഖം മറയ്ക്കാതെ വന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഒത്തിരിയും കാര്യമുണ്ട്. നാളെ ഒരിക്കൽ ആലപ്പുഴ ഭാഗത്തുനിന്ന് ഒത്തിരി പേര് പോകുന്നുണ്ട്. നാളെ അവർക്കാർക്കും ഈ 23 പേരെ സ്വീകരിച്ച് ഇപ്പോൾ ഉണ്ടായ ആ ഒരു അവസ്ഥ നാളെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത്. അവരനുഭവിച്ച ആ ഒരു വേദന മറ്റുള്ളവർക്ക് വരരുതെന്ന് കരുതി അവരുടെ അഭിമാനം പോലും നോക്കാതെ അവരെ മുഖവും കാണിച്ചോട്ടെന്നും പറഞ്ഞാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അടുത്ത കേൾക്കാം. അറിയുന്ന വെച്ചാൽ അമൃത ആയുർവേദ കോളേജ് അതൊക്കെയാണ്. എൻ്റെ അമ്മായിയമ്മ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള അറിവ് എനിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മറവിൽ അവർ 100 ദർഹംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറി സെക്സ് ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും കൂടുതൽ മലയാളികളാണ്. അതും എനിക്കറിയാത്തതും എൻ്റെ പരിചയം ഒരുപാട് ആൾക്കാരും അത് വീണ്ടെടുത്തോളം പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ കരുതി എന്നെ രക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ. പക്ഷേ ശരിക്കും പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം, ഫോണൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നതല്ല. എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് പെൺകുട്ടിയല്ല, ഞാൻ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ. എന്നിട്ട് മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. എന്നെ അവിടുന്ന് മാറ്റി ഒരു നല്ല സേഫായ സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് അവിടുന്ന് എന്നെ വന്ന് ഓരോ ആൾക്കാരും പിന്തുടർന്ന് പുറകിൽ വന്ന് പിന്തുടർന്ന് അവർക്കും പേടിയായി പോയി. കാര്യം ഇത് നടത്തുന്ന ആൾക്കാർക്കും പേടിയായി പോയി. ഞാൻ ദുബായ് ദൈറയിലാണ് ഏറ്റവും കൂടുതലും. പക്ഷേ ദൈറ മാത്രമല്ല, അവിടെ അജ്മാൻ, ഷാർജയിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല. അജ്മാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്പായുടെ മറവിലും അതുപോലെ ഫ്ലാറ്റുകളിലും ഒക്കെയാണ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫാമിലി താമസിക്കുന്ന രീതി താമസിച്ചിട്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആണുങ്ങളെ വിളിച്ചു വരുത്തി. അത് കൂടുതൽ വരുന്ന മലയാളികളാണ് വരുന്നത്. അതാണ് ഇതിന്റെ വൈചിത്ര്യം അല്ലേ. അപ്പോൾ ഈ മലയാളീസ് ശരിക്കും സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ വരുന്നത്. അപ്പോൾ എന്നിട്ട് അവസ്ഥ പറയുമ്പോഴത്തേക്ക് അന്നത്തെ എനിക്ക് ഒരു 7 പേരുണ്ടായിരുന്നു. ആ ആൾക്കാരാണ് എന്നെ രക്ഷിച്ചത്. എന്നെ എന്റേതായ രീതിയിൽ അവരോട് പറയും. ഞാൻ ഓൾറെഡി അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരും പൈസ വാങ്ങിച്ച് നമ്മൾ റൂമിനകത്തോട് കേട്ട് കയറുമ്പോഴത്തേക്ക് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ആവശ്യപ്പെടുന്ന ഡ്രസ്സ് ഊരാനൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിന് താല്പര്യമില്ല. പക്ഷേ ഞാൻ ആദ്യം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് 7 മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നു. അത് കേട്ടിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നെ മാറ്റി. ബാക്കി വന്നവരെല്ലാവരും എന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണമില്ല. കാര്യം ആ സമയത്ത് എനിക്ക് എനിക്ക് എൻ്റെ ജീവൻ നിലർത്തുക എന്നുള്ളതല്ലാതെ അതിന് തയ്യാറായി കൊടുക്കാൻ വരാതെ വേറെ ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു.
പലരും അവിടെ പെട്ടുകിടക്കുന്നുണ്ട്. ആരേലുമൊക്കെ രക്ഷപ്പെട്ടു പോരട്ടെന്ന് കരുതി. പിന്നെ ഇവർക്കും ഒരു പെങ്കൊച്ചും ആങ്കൊച്ചും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അവരെയും നാളെ ഇങ്ങനത്തെ ചതിക്കുഴിയിലൊന്നും എല്ലാവരും അറിയണം എന്നുള്ള രീതിക്കാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്പായോ മസാജിങ് സെന്ററോ ഒക്കെ ആണെന്നും പറഞ്ഞ് ഇങ്ങനെ ദുബായിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്ത്രീകളെ ഇവിടുന്ന് കൊണ്ടുപോകും. പക്ഷെ ഇതിൻ്റെ അകത്ത് എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്ത്രീക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ പണ്ട് തൊട്ടേ നമ്മുടെ മലയാളികൾ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് താര എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഇവരെ കൊണ്ടുപോയപ്പം അവരവിടെ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ സെക്സ് വർക്കറാണ്. അപ്പം അവരെന്തോരം ദുരന്തം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവർ ചിന്തിക്കേണ്ടത് എന്താണ്, ഇവൾ ഈ നാട്ടിലെ ഇനി പ്രൈവറ്റ് ജോലി ചെയ്ത് അവൾക്ക് പൈസ ഇല്ലെങ്കിലും അവളെ ഇതുപോലൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് വേണം അവള് മനസ്സുകൊണ്ട് കരുതാൻ, താര എന്ന് പറയുന്ന സ്ത്രീ ആരാണെങ്കിലും. എന്നിട്ട് ഇനി അത് തുറന്നു പറയാൻ മാനക്കേടാണെങ്കിൽ അവിടെ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചേലും ഇവിടെ, നീ കാണുന്ന സ്വപ്നം കാണുന്ന അല്ല ദുബായ് വന്നപ്പോ ഞാൻ നിന്നെ കൊണ്ടാക്കുന്ന വീട്ടുകാരൊന്നല്ല, അല്ലെങ്കിൽ അവര് സെക്സ് റാക്കറ്റിന് വിൽക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചാൽ പോരെ. എന്നിട്ട് കൊണ്ടുപോകാൻ ഇനി ലാസ്റ്റ് പിണങ്ങി ആ സുഹൃത്ത് ബന്ധം പോയാൽ പോലും ഞാൻ നിന്നെ കൊണ്ടുപോകല എന്ന് പറഞ്ഞ് ഒഴിവായാൽ പോലും ഇനി അസൂയ കൊണ്ടാണ് കൊണ്ടുപോകാത്തത് ഈ സ്ത്രീയെ ഓർത്താലും ഈ വലിയ മഹാദുരന്തത്തിലേക്ക് സ്വന്തം സുഹൃത്തിനെ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്രൂരത വേണം. ഈ സ്ത്രീ എന്നിട്ട് വന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കുകയല്ല. എന്താ പറയുന്ന കാരണം എന്നറിയാം, ഇവര് വെറും സാധുവാന്നുള്ളതിന്റെ അവള് പ്രാരാബ്ദം കൊണ്ട് അവൾ അവിടെ നിൽക്കുന്ന, അവൾക്ക് പിള്ളേരൊക്കെ ഉണ്ട്, കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, അവരെ നോക്കണം, അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് അവൾക്കെതിരെ കേസ് കൊടുത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ അവൾ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ചതിച്ചല്ലേ, ഞാൻ അനുഭവിക്കുന്നത് നീയോ അനുഭവിച്ചോ എന്നുള്ള രീതി ചതിച്ചല്ലേ. എന്നാൽ ഈ സ്ത്രീയുടെ മഹിമ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവര് വന്നിട്ട് ആ താരയ്ക്ക് ഇവരോട് ഒരേ ഒരു വ്യക്തിയോടൊന്ന് പറഞ്ഞാൽ മതി ഈ ഒരു കാര്യം. ഇനി മാനം പോയാലും എല്ലാം തുറന്നു പറഞ്ഞാൽ പോലും സ്വന്തം സുഹൃത്തിന്റെ അടുത്തേ പോവുള്ളൂ. ഇടി ഞാനിവിടെ ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത്, നിനക്കുണ്ടോ, സൗകര്യമാണോ, സമ്മതമാണോ എന്ന് ചോദിച്ചാൽ പോലും ആ സ്ത്രീക്ക് മാന്യത പോവുക ഈ സ്ത്രീയുടെ മുന്നിൽ മാത്രമല്ലേ. അതേസമയത്ത് ഈ സ്ത്രീ രക്ഷപ്പെട്ട് വന്നിട്ട് രഹസ്യമായിട്ട് വെക്കാതെ ഈ സ്ത്രീ ഇന്ന് ലോകത്തോട് സ്വന്തം മുഖം കാണിച്ചാണ് ഇത് മുഴുവൻ വിളിച്ചു പറഞ്ഞത്. കാരണം ആലപ്പുഴ ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ടെന്ന്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ വെളിയിൽ വന്നു കഴിയുമ്പം ആൾക്കാര് ഇത് മനസ്സിലാക്കും, പോകാനിരിക്കുന്നവർ പോലും പോകത്തില്ല. അപ്പൊ ഈ സ്ത്രീയും ഇവരുടെ കൂട്ടുകാരിയായ താരയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഓർത്ത്, ഇവര് ലോകത്തിന്റെ മുന്നിൽ അവരുടെ മുഖം കാണിച്ച് അടുത്ത വരാനിരിക്കുന്ന ആൾക്കാരെ രക്ഷിച്ചു. ഇനി നിങ്ങൾ ആ ആപത്തിലേക്ക് പോയി പെടല്ലേ എന്നും പറഞ്ഞ് അന്ന് ആ ഒരു സ്ത്രീ ചെയ്ത എന്തോ ഒരു ക്രൂരതയാ. ഇതാണ് പറയുന്ന ആൾക്കാരുടെ ഒരു രീതി. സമ്മതിക്കണം. ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പൈസ തരുമോ? അവിടെ ആദ്യമായിട്ട് ചെയ്യാൻ ചെല്ലുന്നവർക്ക് ഇവർ പോസ്റ്റ് ഒക്കെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നമ്പർ വാങ്ങിച്ച് ഇവർ സേവ് ചെയ്ത് തരും. എന്നിട്ട് പോസ്റ്റ് ഒക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മല്ലു കമ്മിങ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് പുതിയ ആളുകൾ പെണ്ണുങ്ങൾ വന്നു പറഞ്ഞ് കുറെ ആൺപിള്ളേർ ഇങ്ങനെ വരും. ടിപ്പൊന്നും അല്ല, ടിപ്പായിട്ടും തരത്തൊന്നുമില്ല. ഇവർ അതിന്റെ അവിടെ നിർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഗേറ്റ്മാൻമാരായിട്ടൊക്കെ. പക്ഷെ അവരും ഇതിനകത്ത് നിരപരാധികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അകത്ത് എന്താ നടക്കുന്നതെന്ന്. അവരും ഇപ്പം നമ്മളെ പോലെ ഓരോരോ വീടിന്റെ കഷ്ടപ്പാടുകൊണ്ട് വരുന്നതാണ്. അവർ ആ നിൽക്കുന്ന ഗേറ്റ്മാൻമാരാണെങ്കിൽ പറയുന്നില്ല നിങ്ങൾ അകത്ത് ഇന്നത് ചെയ്യുമെന്ന് പറയുന്നില്ല. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നിൽക്കുന്നവരാണ്. പക്ഷേ ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എടുത്തിടുക, അതിനകത്ത് രണ്ട് ജോലിക്കാരെ നിർത്തുക, അതിനകത്ത് ഇങ്ങനെ സെക്സ് വർക്ക് എടുക്കാൻ വേണ്ടി പെമ്പിളാരെ കൊണ്ടുവരിക, എന്നിട്ട് അതിന്റെ ഓണറുകൾ പ്രത്യേകം മാറി താമസിക്കുക. അതാണ് അവർ ചെയ്യുന്നത്. വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഓണർമാർ വരുന്നത്. അതിനകത്ത് ആ നിൽക്കുന്ന അത്രയും ആൾക്കാർ നിരപരാധികളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നാളെ അവർ ചിന്തിക്കുമ്പോഴും നാളെ ഇതിനകത്ത് ഞങ്ങളും കുടുങ്ങിപ്പോകുന്ന ഒരു പേടി കൊണ്ടാണ് അവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ന്യൂ മല്ലു കമ്മിങ് എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിലിടും. അത് കാണുമ്പോഴത്തേനും മലയാളികളായ പുരുഷന്മാരല്ലാണ്ട് ഈ ചേർക്കുന്ന പോലെ ആർക്കും. എന്നിട്ട് അതിൽ വന്ന എല്ലാ അവന്മാരോടും, ഇവരുടെ സ്വന്തം അയൽവക്കത്തുള്ളവരും പരിചയമുള്ളവരും വരെ വന്നു. അവരോടെല്ലാം രക്ഷിക്കാൻ പറഞ്ഞിട്ടും ഒരാൾ പോലും രക്ഷിച്ചില്ല. കാരണം അവന്മാർ ഈ തല മുണ്ടിട്ട് പകൽമാന്യന്മാരായിട്ട് ചെല്ലുന്ന, എങ്ങാനും ഈ കേസിൽ ചെന്ന് ഇടപെട്ട് ആ സ്ത്രീയെ രക്ഷിക്കാൻ എങ്ങാനും പോയ അവന്മാരുടെ പേരെങ്ങാനും പുറത്തു വന്നാൽ കഴിഞ്ഞില്ലേ. അപ്പോഴും അവിടെ മനസാക്ഷിയില്ലേ. ഇവരുടെ സുഹൃത്ത് താര ചെയ്തതിനെക്കാട്ടും കഷ്ടമാണ് ഇവന്മാരും ചെയ്യുന്നത്. കാരണം ഒരു സ്ത്രീയും ഒരു കാരണവശാലും രക്ഷിക്കാൻ നോക്കില്ല. പിന്നെ ഇവരെ രക്ഷിച്ച പുരുഷനാണ്. പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ ഇവരുടെ വീട്ടിലെ ചേച്ചി ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുതരുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അയാള് മാസ്ക് വെച്ചാണ് വരുന്നത്. അപ്പൊ മാസ്ക് വെച്ച് വന്നപ്പം ഈ പെൺകുട്ടിക്ക് ഇയാൾ റൂമിലെത്തിയപ്പോൾ മനസ്സിലായില്ല. കാരണം മാസ്ക് ഉള്ളത് കൊണ്ട് ഈ പെണ്ണിന് മനസ്സിലായില്ല. പക്ഷെ ഈ പെണ്ണിനെ ഈ ഫ്ലിപ്കാർട്ടിൽ സാധനം കൊണ്ടുകൊടുക്കുന്ന അയാൾക്ക് മനസ്സിലായി. അയാൾ ചോദിച്ചു, ഇന്ന ആളുടെ അനിയത്തിയല്ലേ, ഞാൻ കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞെന്ന്. കാരണം സാധനം കൊണ്ടു കൊടുക്കാൻ സ്ഥിരമായിട്ട് വരുന്ന ആളെ കണ്ടു പരിചയം കാണും.
അപ്പൊ അയാളാണ് രക്ഷിച്ചത്. അയാളപ്പം നാട്ടുകാരനും അല്ല ഒന്നുമല്ല, എന്നാലും അയാൾക്കൊരു മനസാക്ഷി തോന്നി അയാളാണ് രക്ഷിച്ചത്. ഇവരുടെ നാട്ടുകാരായ ആൾക്കാർ ഇഷ്ടംപോലെ അവിടെ ചെല്ലുന്നുണ്ടായിരുന്നു. പകൽമാന്യന്മാരാരും രക്ഷിച്ചില്ല. പെട്ടുപോയ തന്നെ. ഇവർ ഇതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെ അവരവിടെ നിന്നപ്പം ഒമാനില് ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് വീണ്ടും പറ്റിച്ചു. ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഇതേ പണി തന്നെ അവിടെ. അപ്പൊ ദുബായ് മാത്രമല്ല ഒമാനിലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇപ്പൊ കേരളത്തിൽ നിന്നും ഇങ്ങനത്തെ ഈ നഴ്സറി കുട്ടികളെ നോക്കാൻ ഡേ കെയർ അത് ഇത് എന്നൊക്കെ പറഞ്ഞും പിന്നെ വീട്ടു ജോലിയെന്നും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ജോലികൾക്കെല്ലാം ഈ ഒരു അപകടം ഇരിപ്പുണ്ട്. ഇതിപ്പോ ഇതിന്റെ ഓണർ ഫ്ലാറ്റ് എടുക്കുക, സ്പാ സെന്റർ നടത്തുക, എന്നിട്ട് അവർക്കൊരു ബന്ധവുമില്ല. അവര് രാത്രിയാകുമ്പോൾ പൈസ വന്ന് മേടിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. അവർക്കൊരു ബന്ധവുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നാട്ടിൽ കേസ് കൊടുത്ത് ഇത് ഇപ്പൊ താരക്കെതിരെ തന്നെ കൊടുക്കണം. കേസ് സ്റ്റാർട്ടിങ് അതാണ് വേണ്ടത്. താരക്കെതിരെ കേസ് കൊടുത്ത് താരയും ചോദ്യം ചെയ്ത് വിളിച്ചു വരുത്തി ശരിക്കും ഇതിന്റെ ഓരോ സ്റ്റെപ്പായിട്ട് പോയിട്ട് അവിടെ പെട്ട് കിടക്കുന്ന സ്ത്രീകളെ രക്ഷിക്കുകയും ചെയ്യണം. നമ്മുടെ കേരള പോലീസിന്റെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. അവര് ഇന്നാള് നമ്മുടെ ശ്രുതി തമ്പിയും രഞ്ജിനി ഹരിദാസും കൂടെ പരസ്യം ചെയ്ത് ഒരു മോഡലിങ്ങിന് കുറെ പെൺപിള്ളാരെ സെക്സ് റാക്കറ്റിന്റെ അവിടെ കൊണ്ടുവിട്ട് ഞങ്ങളെല്ലാം വീഡിയോ ചെയ്ത് അതിന്റെ ബാക്കി എന്താന്ന് ഇതുവരെ നമുക്കറിയില്ല. അന്ന് പറയുന്നുണ്ടായിരുന്നു ന്യൂസുകളിൽ, ന്യൂസ് ചാനൽ പിന്നെ അതേപ്പറ്റി പറഞ്ഞിട്ടില്ല. അവിടെ ഒത്തിരി പെൺകുട്ടികൾ പെട്ട് കിടക്കുന്നുണ്ട്, അവരെ ഇനി കൊണ്ടുവരണോന്നൊക്കെ. കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ബാക്കി കേൾക്കാം. ആണുങ്ങളായിട്ട് ഏറ്റവും കൂടുതലും പെണ്ണുങ്ങളാണ് ഇതിനകത്ത് അതിന്റെ മെയിൻ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ആലപ്പുഴയും എല്ലാ ജില്ലകളിൽ നിന്ന് ഓരോരോ ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞു വന്നത് അല്ലേ? മുഖം മറക്കണോ? വേണ്ട, എനിക്ക് മുഖം മറക്കണ്ട, ഒരാവശ്യമില്ല. എന്തിനും ഇല്ല. ഞാനിപ്പോ ഒരുപാട് ആൾക്കാർ വിളിച്ചാൽ ഞാൻ കൊടുക്കുന്ന മറുപടിയും കൊടുക്കും. കാര്യം പുറലോകം അറിയണമെന്നുള്ളത് എന്റെ കൂടെ ആവശ്യമാണ്. എന്റെ എനിക്ക് മോളൊരു മോനുണ്ട്, അവർ നാളെ വളർന്നു വരുവാണ്. നാളെ അവർക്ക് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. ഞാൻ അന്ന് അത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മക്കൾക്ക് ഒരു അവസ്ഥ വരത്തില്ലല്ലോ. അപ്പം എന്നെ പോലെ ഞാൻ വളർത്തുന്ന പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒരു നിസ്സാര സമയം കൊണ്ട് അവരെല്ലാം അടിച്ചമർത്തി. ഞാനിപ്പോ ഇവിടെ കല്യാൺ സിൽക്സ് ജോലിക്ക് കയറിയാണ്. പക്ഷേ ഇപ്പം കുറച്ച് നാളുകൊണ്ട് അറിയട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോ എവിടെ ജോലിക്ക് ചെന്നാലും ഞാൻ എന്റെ പാസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറുള്ളൂ. ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ പാവമാണ്, വളരെ നിഷ്കളങ്കയാണ്, എന്നാൽ അതോടൊപ്പം നല്ല ബോൾഡാണ്, നല്ല ധൈര്യശാലിയാണ്, അങ്ങനെ പറയാൻ തോന്നുന്നു. പാവമായതുകൊണ്ടാണ് താരക്കെതിരെ കേസ് കൊടുത്തില്ല. അവൾക്ക് കുഞ്ഞുമക്കളുണ്ട്. ആ കുഞ്ഞുമക്കളെ രക്ഷിക്കാൻ വേണ്ടി അവളും അവിടെ ഈ ജോലി ചെയ്യുന്നു. അവൾ അവിടെ ആ ജോലി ചെയ്തോട്ടെ. ആ ചതിക്കുഴിയിലെ ടീപ്പെണ്ണിനെ കൊണ്ടിടേണ്ട കാര്യം അവക്കുണ്ടോ? സ്വന്തം കൂട്ടുകാരികളോട് ആരെങ്കിലും ചെയ്യോ? എന്തേലും ഒരു വാക്കാലെ പറഞ്ഞ് അവർക്ക് ഒന്ന് ഉടക്കിക്കൂടെ? എടി, നീ ഉദ്ദേശിച്ച വഴിയല്ല ദുബായ് ജീവിതം, എന്നാൽ നീ കഷ്ടപ്പെടും. അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയാ. ഒരു കൂട്ടുകാരിയുടെ അടുത്തേ താരയുടെ മാനം പോകുന്നുള്ളൂ. എല്ലാം തുറന്നു പറയാ, എന്നിട്ട് സമ്മതമാണെ കൊണ്ടുപോവാ. നേരെ മറിച്ച് ഈ സ്ത്രീ ഇപ്പൊ കണ്ടോ, ലോകത്തിനോടാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്ന, മുഖം മറയ്ക്കാതെ അത്ര ധൈര്യത്തോടെ, ബോൾഡായിട്ട് അത്ര ധൈര്യത്തോടെ നിന്നത് ശരിക്കും ആദരണീയായ ഒരു യുവതിയാന്ന് പറയും. കാരണം അത്ര ധൈര്യത്തോടെ പറഞ്ഞതുകൊണ്ട് അവർക്കിപ്പം ഒരു പ്രയോജനവും കിട്ടുന്നില്ല. ഇത് പറഞ്ഞതുകൊണ്ട് അവരവിടെ പോയി പെട്ടതിന് കേസ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ പ്രയോജനം, എന്തേലും അനക്കം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ മുഖം കാണിച്ചു തന്നെ അവരിത് പറഞ്ഞപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഗുണം, ആലപ്പുഴ ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഇതിങ്ങനെ പോകാൻ തയ്യാറെടുത്തിരിപ്പുണ്ടായിരിക്കും. അവർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് ആലോചിക്കും, അയ്യോ ഇതിങ്ങനെയാണോ അവിടെ പോയ. അങ്ങനെ ആ 23 പേരുടെ കൂടെ അവര് കിടക്കേണ്ട വന്ന ആ ദുരന്തത്തിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എത്രയോ പെണ്ണുങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. അവരതാണ് തുറന്നു. ഇപ്പൊ കല്യാൺ സിൽക്ക് ജോലിക്ക് പോകുന്നുണ്ടോ, ഈ വീഡിയോ ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇത് കണ്ട് മനസ്സിലാക്കി ഇതേപ്പറ്റിയൊക്കെ വല്ലതും ചോദിക്കുകയൊക്കെ ചെയ്യും. എന്തിനെ ഫേസ് ചെയ്യാൻ തയ്യാറായാണ് അവരിത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ സ്ത്രീ. നേരെ മറിച്ച് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എന്റെ മനസ്സിൽ ആ താര എന്ന സ്ത്രീയോട് എന്തോ ഒരു കലിപ്പാ മതി. നമ്മൾ രക്ഷിച്ചില്ലേലും ശിക്ഷിക്കാൻ പോകരുത്. അവരെ വെറുതെ അവര് നാട്ടിൽ കിട്ടിയ ചെറിയ ശമ്പളം കൊണ്ട് അന്തസ്സായിട്ട് ജീവിച്ചു പോയനെ ഇതുപോലെ കൊണ്ട് ഒരു കെണിയിലോട്ട് അകപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? തുറന്നു പറഞ്ഞാൽ പോരെ. സ്വന്തം സുഹൃത്തുക്കളോട് ഇതുപോലെ ചതി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, എന്നിട്ട് അവരെ കേസിനോ പോലീസിന്റെ മുന്നിൽ അവർക്കെതിരെ ഒരു പരാതി കൊടുക്കാത്ത ഒരു പാവം. അങ്ങനെ നോക്കുമ്പോൾ ഇവരൊരു പാവമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.